നമസ്കാരം. 3ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ അടുക്കള ചിത്രം വൈറലായിരിക്കുന്നു. അമ്മ അടുക്കളപ്പണി എടുക്കുകയും അച്ഛൻ പത്രം വായിക്കുകയുമായിരുന്നു പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിരവപ്പുറത്തിരിക്കുന്ന അച്ഛന്റെ ചിത്രമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ഈ നല്ല മാറ്റം ചർച്ച ചെയ്യുകയാണ് ഇന്ന് കടുപ്പം കുറച്ച്. എല്ലാവർക്കും സ്വാഗതം. നമുക്കൊപ്പം അധ്യാപികയായ രേണുക ജ്യോതി, രക്ഷകർത്താവായ CS ശ്രീലക്ഷ്മി മുൻ അധ്യാപിക കൂടിയാണ്. ഒപ്പം പൊതുപ്രവർത്തകനായ ഭാസ്കരൻ തുറുവിക്കൽ എന്നിവർ ചേരുന്നു. ഞാൻ ആദ്യം ശ്രീലക്ഷ്മിയിലേക്ക് പോവുകയാണ്. ശ്രീലക്ഷ്മി, ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മളെല്ലാവരും ആദ്യം മുതലേ ഈ പാഠപുസ്തകത്തിലെ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് തന്നെ വളരെ കുറച്ചു കാലം മുമ്പാണ്. അല്ലെങ്കിൽ അത് തന്നെയാണ് ശരി എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ അതിലെന്തോ പന്തികേടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ചിത്രങ്ങൾ വൈറലായി, അതിനെക്കുറിച്ച് ചർച്ചകൾ വന്നു. ഇപ്പോൾ പുതിയ പാഠത്തിൽ മാറ്റം വരുത്തിയ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചിത്രം വന്നിരിക്കുന്നു. എന്താണ് തോന്നുന്നത് ശ്രീലക്ഷ്മിക്ക്? അങ്ങനെ ഒരു ചിത്രം കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഞാനും 3ാം ക്ലാസ്സിലെ അധ്യാപികയായിരുന്നു. അപ്പോ അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഞാനൊക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. കാരണം നമ്മുടെ മനസ്സിലൊക്കെ എല്ലാ സ്ത്രീകളുടെ മനസ്സിലും ആഗ്രഹിക്കുന്ന ഒരു മാറ്റമായിരുന്നു. അതെ, പറഞ്ഞോളൂ ശ്രീലക്ഷ്മി, കേൾക്കാം. ആഗ്രഹിക്കുന്ന ഒരു മാറ്റമായിരുന്നു ഇപ്പോ പാഠപുസ്തകങ്ങളിൽ കാണാൻ സാധിച്ചത്. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു പാഠപുസ്തകത്തിന്റെ ഒരു പേജ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതെ, രേണുക ജ്യോതി മാഡം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാഡം, എന്നെ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? രേണുക മാമിന് ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, രേണുക മാം, നമ്മൾ ഇത്തരത്തിലൊരു പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചിത്രം വരുമ്പോൾ എന്തിനിങ്ങനെ ഒരു ചർച്ച എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഊന്നൽ നൽകേണ്ട ഒരു കാര്യം ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. മാറ്റം വരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും പലയിടത്തും ഇനിയും മാറേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നത് ഈ മാറ്റം നമ്മൾ ആഘോഷിക്കുന്നു ഉള്ളത് കൊണ്ടാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ചിത്രം കാണുമ്പോൾ? വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സില് അച്ഛൻ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയും അമ്മയും അല്ലെങ്കിൽ സഹായിക്കാനുള്ള അമ്മമ്മമാര്, അച്ഛമ്മമാരൊക്കെ അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരു ചിത്രമാണ് കേരളത്തിലെ കുട്ടികൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. വീടുകളിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ കൂടി അത് വേറൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പാഠപുസ്തകങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ചർച്ചകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ചിന്താധാരകളും ഉയർന്നു വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടിയുടെ മാനസികമായ വളർച്ചയ്ക്ക് ഇത് വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ തന്നെയാണ് പാഠപുസ്തകത്തിലെ ചിത്രങ്ങളും പാഠപുസ്തകത്തിലെ അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുള്ളത്. നമ്മുടെ സാമൂഹ്യവും മലയാളവും 2 പാഠപുസ്തകങ്ങളിലാണ് ഇങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി കടന്നു വരുന്ന രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അതായത് അതുവരെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, അച്ഛനാണ് ഇന്ന് മീൻകറി വെച്ചത് എന്ന് അമ്മ കുട്ടികളോട് പറയുന്നുണ്ട്. അതുപോലെ സഹയ്ക്ക് ഇഷ്ടമുള്ള മധുര പലഹാരം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അച്ഛൻ ഇംഗ്ലീഷ് പുസ്തകത്തിലുണ്ട് 3ാം ക്ലാസ്സില്. അപ്പൊ അതുവരെ അമ്മയായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം നമ്മൾ നോക്കി കാണേണ്ടത് തന്നെയാണ്. അത് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ ഗവേഷകരും അതുപോലെ ചെയർപേഴ്സണും റിസോഴ്സ് പേഴ്സണും ഒക്കെ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി. ഒന്നാമത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി മാറി വരുന്ന പാഠപുസ്തകങ്ങളിൽ വരണം എന്നുള്ള ഒരു ആശയം കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കുകയാണ് ഈ മാറി വരുന്ന പാഠപുസ്തകങ്ങളിൽ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും കയറി വന്നിട്ടുള്ളത് മലയാളത്തിലും സാമൂഹ്യത്തിലും ഇംഗ്ലീഷിലും ഭാഷാ വിഷയങ്ങളിലും മറ്റു കാര്യങ്ങളിലുമാണ് കൂടുതലായിട്ട് ഈ ജെൻഡർ ഇക്വാലിറ്റി കയറി വന്നിട്ടുള്ളത്. അപ്പൊ ഏറെ സന്തോഷകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒരു അവസ്ഥ. അതെ, ഞാൻ താങ്കളിലേക്ക് വരാം. പൊതുപ്രവർത്തകനായ ഭാസ്കരൻ തുറുവിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സാർ, നമസ്കാരം. ഈ ഒരു ചിത്രം ചിരവപ്പുറത്ത് കയറിയ അച്ഛൻ അത് വലിയ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ച എന്ന് ചോദിച്ചാൽ ആ ചിത്രം ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുന്നുണ്ട്, ആ മാറ്റം ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ 2 കാലം കൂടിയാണ് താങ്കളിലൂടെ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു മാറ്റം താങ്കൾ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ്. ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങണം, മുളയിലേ നുള്ളണം എന്നൊക്കെ പറയുന്നത് ഇവിടെ പ്രാവർത്തികമാവുകയല്ലേ?
അതെ 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 നമ്മളെ ഇത് ലേറ്റായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോളൂ സാർ, കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമ്മളിത് ആരംഭിക്കേണ്ടതായിരുന്നു. ആ, നേരത്തെ തന്നെ നമുക്കിത് ആരംഭിക്കേണ്ടതായിരുന്നു. അതായത് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്. ആ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങളിത് തന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ ഇത് അനുവർത്തിച്ചു വരികയായിരുന്നു. പക്ഷെ അത് നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റു തൊട്ടയൽവക്കത്തുള്ളിടത്തോ ഇത് പറയുമ്പോൾ അവർക്ക് ആർക്കും ഇത് മനസ്സിലാകുന്നില്ല. അതിൻ്റെയൊന്നും ആവശ്യമില്ല, കുട്ടികളൊക്കെ വേറെ ചെയ്യേണ്ടതാണ്, അവരെയൊന്നും ഇത് പഠിപ്പിക്കേണ്ടതില്ല എന്നിങ്ങനെ ഒരു ഇതായിരുന്നു അവർ കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെന്തായാലും മാറി. നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് തന്നെ ഇത് വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാകാൻ കഴിഞ്ഞു. ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ഈ സ്കൂളുകളിൽ മാറിയിട്ടുള്ളത്. സ്കൂളുകളെല്ലാം ഈ സ്മാർട്ട് ക്ലാസ് റൂം ആയതുകൊണ്ട് വളരെ അതായത് പിന്നെ ഈ ഒരു വിവര പിന്നെ വിപ്ലവം തന്നെ നമുക്ക് നമ്മുടെ പിന്നെ കേരളത്തിനകത്ത് ഉണ്ടായിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ONV സാറിൻ്റെ ONVയുടെ കവിത പഠിപ്പിക്കാൻ ONV തന്നെ ക്ലാസ്സിലേക്ക് വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ടീച്ചർ ആ പെൻ ഡ്രൈവ് ഓൺ ചെയ്ത് അങ്ങ് മാറി നിന്നാൽ മതി, അപ്പോൾ ONV ക്ലാസ് മുറിയിൽ വരുന്നു, അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നു. ഇപ്പോൾ ഞാനും ഒരുപക്ഷെ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഞങ്ങൾ ബ്ലാക്ക് ബോർഡിലാണ് പഠിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് ബോർഡ് ഇല്ലല്ലോ, എല്ലാം വൈറ്റ് ബോർഡാണല്ലോ. അപ്പോൾ വൈറ്റ് ബോർഡിനകത്തേക്ക് ഇവരെല്ലാം വരികയാണ്. കടലും കായലും കാടും ഒക്കെ പിന്നെ നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു കുട്ടി പറയുകയാണ്, എനിക്ക് ഈ കാട്ടുമൃഗത്തിനെ ഒന്ന് നേരിട്ട് കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ് അടുത്ത ടൂറ് ക്ലാസ്സിലെ ടൂർ അറേഞ്ച് ചെയ്യേണ്ടത് കാട്ടിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം, അതായത് ഈ ക്ലാസ് മുറികളിലേക്ക് എല്ലാം വരികയാണ്, എല്ലാ കുട്ടികളും നേരിട്ട് കാണുകയാണ്. അങ്ങനെ ഒരു വലിയ വിപ്ലവം തന്നെയാണ് നമ്മൾ ആ വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ചിത്രം വളരെ ലളിതമായി കടന്നു പോകുന്ന ഒരു ചിത്രമല്ല. പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും അവരുടെ ഹീറോ എന്ന് പറയുന്നത് അച്ഛനായിരിക്കും. അതിലൊരു ആ ചിത്രത്തിലൊരു മകനുണ്ട്, ആ മകൻ അച്ഛനെ നോക്കി നിൽക്കുന്നതാണ് ആ ചിത്രത്തിലുള്ളത്. അപ്പൊ അച്ഛൻ തേങ്ങ ചിരണ്ടുന്നത് കാണുമ്പോൾ ആ മകന്റെ മനസ്സിലേക്ക് വരികയാണ്, എന്റെ അച്ഛൻ തേങ്ങ ചിരണ്ടുന്നുണ്ട് അല്ലെങ്കിൽ അമ്മയെ സഹായിക്കുന്നുണ്ട്, അത് ഞാനും ചെയ്യണം എന്നുള്ള ഒരു കാര്യം അവന്റെ മനസ്സിലേക്ക് വരികയാണ്. ഈ എത്ര അച്ഛന്മാർ ഇത് ഉൾക്കൊള്ളുമെന്നുള്ളതും ഒരു കാര്യം. മറ്റൊന്ന്, ഇപ്പോഴത്തെ അച്ഛന്മാർക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതും അമ്മ ജോലിക്ക് സഹായിക്കേണ്ടി വരും. അതായത് ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെയല്ല, അതിനെ കാണേണ്ടത് വേറെ തരത്തിലാണ് കാണേണ്ടത്. കാരണം വെച്ചാൽ ഒരു വീട്ടിലെ വീട്ടമ്മയാണ് ആദ്യം ഉണരുന്നത്. അവര് അവസാനത്തെ പാത്രവും കഴുകി വെച്ച് അവര് കൈയൊക്കെ തുടച്ചു വരുമ്പോഴത്തേക്ക് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഉറങ്ങിക്കാണും. അപ്പൊ ആദ്യം ഉണരുന്നതും അവസാനം ഉറങ്ങുന്നതുമായ ഒരമ്മയാണ് നമുക്കുള്ളത്. ആദ്യം ഒരു മാറ്റം അവർക്ക് കൊടുക്കണ്ടേ? ആ മാറ്റം കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഞങ്ങളിതൊക്കെ മനസ്സിലാക്കി ഞങ്ങളിതൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം എന്നുള്ളതിലാണ് ഞാൻ പറയുന്നത്. ഞങ്ങളിതൊക്കെ വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ വീടുകളിൽ ഇത് ആരംഭിച്ചതാണ്, ഇപ്പൊ ആരംഭിച്ചതല്ല. ഇത് അതിന്റെ ഒരു വ്യത്യാസം ഞങ്ങളെ കുടുംബത്തിൽ കാണാനും ഉണ്ട്. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ശ്രീലക്ഷ്മിയിലേക്ക് ഒന്നും കൂടി പോവുകയാണ്. ശ്രീലക്ഷ്മി, നമ്മൾ തുടക്കം ഒന്ന് പറഞ്ഞു വെച്ചെങ്കിൽ എത്ര അച്ഛന്മാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം, ഒരു വലിയ ചോദ്യം ഉണ്ട് കേട്ടോ. പക്ഷെ മാറിയ ചിന്തയുള്ള അച്ഛന്മാരുണ്ടല്ലേ, കുഞ്ഞുങ്ങളെ അമ്മ ജോലിക്ക് പോകുമ്പോൾ നോക്കുന്ന മുഴുവൻ കാര്യങ്ങളും നോക്കുന്ന അച്ഛന്മാരുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടുപഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ അത് പാഠപുസ്തകത്തിലേക്ക് വരുമ്പോൾ അവന്റെ മനസ്സിലേക്ക് അത് മായാതെ കിടക്കും, എത്ര വലുതായാലും എന്നുള്ളതാണ് അല്ലെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഇപ്പോ എനിക്കറിയുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെയും ഒരു 80% ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും സ്ത്രീകൾ ആണ് വീട്ടിലെ ജോലി ചെയ്യേണ്ടത്, പുരുഷന്മാര് പുറത്ത് ജോലിക്ക് പോകുമെന്ന് വിചാരിക്കുന്ന കുറച്ച് 80% ആൾക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോ കുറച്ച് നഗര ജീവിതത്തിൽ താമസിക്കുന്ന, ഇപ്പൊ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുക്ക് ചെയ്യുന്ന അച്ഛന്മാരുണ്ട്, കുട്ടികളെ കുളിപ്പിക്കുന്ന, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് അച്ഛന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു കേരള സമൂഹത്തില് ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് വേറൊരു തരത്തിലുള്ള ഒരു ചുറ്റുപാട്. അതായത് രാവിലെ വീട്ടിലെ ജോലികൾ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങിക്കൂടുന്ന കുറെ അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ പറയാനുള്ളത്, ഇപ്പൊ നമ്മളുടെ അച്ഛനും അമ്മയും ഒരേപോലെ വീട്ടിലെ ജോലിയും പുറത്തു പോയും ജോലി എടുക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക്, അതായത് സ്ത്രീ എന്നൊരു ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു ഫിനാൻഷ്യൽ
ഇൻഡിപെൻഡന്റ് ആവാനുള്ളൊരു സ്പേസ് കൂടിയാണ് ഇന്നത്തെ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് എനിക്ക് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇതിനൊരു വെറും പാഠപുസ്തകത്തിലൊരു ടോപ്പിക് മാത്രം ആക്കി നിർത്താതെ സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ നമ്മൾ സ്മാർട്ടായിട്ട് ആളുകൾ വരുന്ന പോലെ ഈ പഠിപ്പിച്ച കാര്യം വീട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമുക്ക് കുട്ടികളോട് ചോദിക്കേണ്ടതുമാണ്. അവിടുത്തെ പാരന്റ്സിനും കുറച്ച് ക്ലാസ് കൊടുക്കുന്നതും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ രണ്ടുപേരും ഈക്വൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പുറത്തു പോയി ജോലി എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അതൊരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ആദ്യം തന്നെ. തീർച്ചയായിട്ടും. ശ്രീ രേണുക ജ്യോതി, ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ അങ്ങനെ ഒരു ചിത്രം കൊടുത്തത് കൊണ്ടോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടോ അവിടെ പൂർണ്ണമാകുന്നില്ല ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്നത് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അമ്മ അടുക്കളയിലും അച്ഛൻ പുറത്തുപോയി ജോലി ചെയ്യുകയും ചെയ്യുന്നു, അച്ഛൻ അടുക്കളയിലേ കയറാത്ത അച്ഛനായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവിടെ ഒരു ബോധവൽക്കരണം പുതിയ മാതാപിതാക്കൾക്കും കൂടെ കൊടുക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് ബോധവൽക്കരണം കൊടുക്കൊണ്ടൊന്നും കുഴപ്പമില്ല, അത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ അടിയുറച്ച് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോ എന്തായാലും വീട്ടിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ പാഠപുസ്തകം ഇത്തരത്തിൽ മാറിയതിലൂടെ ഒരു കുട്ടിക്ക് വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടാവുന്നത്. അതായത് കുട്ടി അമ്മയെ സഹായിക്കാനും, കുട്ടിക്ക് ഓരോ ദിവസവും നമുക്ക് നിങ്ങൾ തന്നെ എന്തൊക്കെ പണികളാണ് വീട്ടിൽ പോയി ചെയ്തത്, അടുക്കളയിലെ ഉപകരണങ്ങളെ കുറിച്ച് എഴുതാനും ഉപകരണങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾ കൂടുതൽ ഉൾക്കൊള്ളുകയും കുട്ടികൾ അമ്മയോടൊപ്പം നിൽക്കുകയും അമ്മയെ സഹായിക്കുകയും അതിൽ ആൺകുട്ടി പെൺകുട്ടി ഭേദമില്ലാതെ സഹായിക്കുകയും അപ്പോ മനസ്സറിഞ്ഞ് അച്ഛനും കൂടി അതിലേക്ക് സന്തോഷത്തിന്റെ ഇടം എന്ന് പറയുന്നത് അടുക്കളയായി വരും ദിവസങ്ങളിൽ മാറാനുള്ള ഒരു സാധ്യത, സംസാരത്തിന്റെ സന്തോഷത്തിന്റെ ഇടപഴകലിന്റെ ഒരു ഇടം അടുക്കളയായി മാറാനുള്ള ഒരു സാധ്യതയാണ് കേരള സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള പുതിയ പാഠപുസ്തകങ്ങളിലൊക്കെ. അതായത് ചിത്രമടക്കം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈക്വലായിട്ട് ചിത്രങ്ങളടക്കം വിഭാവനം ചെയ്തുകൊണ്ട് വരച്ചിട്ടുകൊണ്ടാണ് പുതിയ ഒരു ടെക്സ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ കുട്ടികൾ അതിലൂടെ പോവാൻ വേറൊരു വഴി കുട്ടികൾക്കില്ല. അതിലൂടെ കടന്നു പോവാൻ കുട്ടികൾ നിർബന്ധിതരാവുകയും ബാധ്യസ്ഥരാവുകയും സന്തോഷത്തോടു കൂടി അവർ ആ വഴിയിലൂടെ പോവുകയും ചെയ്യും. വളരെ ചുരുക്കം ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, കേരളത്തിലുള്ള കുടുംബങ്ങളിൽ മുഴുവൻ, അതായത് ഒരു 70% പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ജോലി ചെയ്യുന്നവർ തന്നെയാണ്. അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ പോലും ഈവൻ അവര് പല ജോലികളിലും, പിന്നെ ടെക്സ്റ്റൈൽസ് പോലുള്ള, ആശുപത്രി പോലുള്ള പല പല ജോലികളിലും സ്ത്രീകൾ എല്ലാവരും വ്യാപൃതരാണ്. അപ്പൊ വീടുകൾ തിരക്ക് വർദ്ധിക്കുകയും, തിരക്ക് പറഞ്ഞാൽ രാവിലത്തെ ഒക്കെ ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാക്കല്, ക്ലീനിങ് ഒക്കെ ആ ഒരു പ്രവർത്തനത്തിന് കൂടുതൽ സുഗമമാവാൻ വേണ്ടിയിട്ട് എന്തായാലും പുരുഷന്മാരും ഒരുപോലെ അവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള, ഈ 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പഴയ മാറ്റം എന്ന് പറഞ്ഞാൽ അവരിലും വന്നിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അമ്മയും അച്ഛനും പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, അവർ തന്നെ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു. നമ്മളെക്കാൾ എളുപ്പത്തിൽ ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ പഠിക്കുന്നു. അപ്പൊ ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ അവന് തന്നെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു തലത്തിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളുടെ മാറ്റം? താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കുഞ്ഞുങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് ഈ ഗൂഗിൾ മീറ്റ്, സൂമിൽ കയറാൻ പോലും ചെറിയ ആളാണ് എല്ലാ ഹെൽപ്പും ചെയ്യുന്നത്. നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും അവര് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. കാര്യങ്ങൾ അവർ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ കുട്ടികൾ ചിന്തിക്കാൻ അവർക്ക് കഴിവുണ്ട്, പ്രവർത്തിക്കാൻ കഴിവുണ്ട്, സ്നേഹബന്ധങ്ങൾ കൂടാനുള്ള ഒരിതുണ്ട്. അപ്പൊ അമ്മയോടൊപ്പം കുട്ടി നിൽക്കുകയാണ്. ഈ ഒരു ചെറിയ അനുഭവത്തിൽ തന്നെ കുട്ടി അമ്മയോടൊപ്പം നിൽക്കുകയാണ്. അപ്പൊ അത് അടുക്കളപ്പണിയാണെങ്കിലും ഏത് പണിയാണെങ്കിലും നമ്മളോടൊപ്പം, സ്ത്രീകളോടൊപ്പം വീട്ടിലുള്ള അടുക്കളപ്പണി ഒരാളുടേതായി മാറ്റി നിർത്താതെ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കുട്ടിക്ക് അറിയാമെന്നുണ്ടെങ്കിലും കുട്ടി കൂടുതൽ, ഇപ്പൊ ടീച്ചർ ഇപ്പൊ എന്തായാലും ഒരു അമ്മ പറഞ്ഞു കൊടുത്തതിനേക്കാൾ കുറച്ചും കൂടിയും കുട്ടികൾക്ക് സ്വീകാര്യത ടീച്ചർ പറയുന്നതാണ്. ഞാൻ ഇപ്പൊ എന്റെ മോനൊരു കാര്യം പറഞ്ഞു കൊടുത്ത, അമ്മ അത് ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്നാ എന്നോട് പറയാ. അപ്പോ അതിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു മൂല്യവും അതിനൊരു അനുഭവവും കുട്ടികൾ കൂടുതലായിട്ട് അവരവിടെ ചർച്ച നടത്തുന്നുണ്ട്, ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ചർച്ച നടത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും
അവരതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാനും തന്നെ ഈ ഒരു പാഠപുസ്തകം ഇപ്പൊ ഈ ഒരു പാഠപുസ്തകം ഇല്ലാതെ തന്നെ ഞാൻ പറയുമ്പോൾ ഈ ഒരു പാഠപുസ്തകം ഇല്ലാതെ തന്നെ ഇപ്പൊ നമ്മളുടെ ഈ കേരളത്തിൽ നിന്നും പുറത്തു പോയി താമസിക്കുന്ന കുട്ടികൾ, പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികൾ, കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് അവിടെ കഴിയുമ്പോൾ അവിടെയൊന്നും ഒരു ഡിസ്ക്രിമിനേഷനും അവിടെ ഇല്ല. ആൺകുട്ടി എല്ലാ പണി എടുക്കുന്നു, ആ കുട്ടിയുള്ളപ്പോ പെൺകുട്ടി എല്ലാ പണിയും ആ കുട്ടി എടുക്കുന്നു. അവിടെ ഇങ്ങനെ ഒരാൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കലോ അത് അയാളുടെ ജോലിയാണ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കലോ ഇല്ല. അപ്പൊ ഇതിന് കുറച്ച് മുമ്പ് തന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് കൂടി, അതായത് 1ാം ക്ലാസ് തൊട്ടിട്ട് 9ാം ക്ലാസ് വരെ മാറി വരുന്ന ചിത്രങ്ങളില്, പുസ്തകങ്ങളില് കുട്ടികൾ കൂടുതൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 60% കുട്ടികൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ശരി, എന്റെ അഭിപ്രായത്തിൽ 60% കുട്ടികൾ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. അതൊന്നും കൂടി ഉറപ്പിക്കാനായിട്ട് ഈ പാഠപുസ്തകം വളരെയധികം ഉപയോഗപ്പെടും. അത്തരത്തിൽ തന്നെയാണ് നമ്മളുടെ പാഠപുസ്തക കമ്മിറ്റി. ഞാൻ പാഠപുസ്തകത്തിലെ പിന്നെ ഇന്ന് തിരുവനന്തപുരത്ത് പോകാനിരിക്കുക. നമ്മുടെ പാഠപുസ്തക കമ്മിറ്റി നമ്മുടെ ഹാൻഡ് ബുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 9ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും. അപ്പോ അത് നമുക്ക് ആ ഹാൻഡ് ബുക്കിലുള്ള പ്രവർത്തനങ്ങളും കൂടിയും കുട്ടികളെ ഒന്നും കൂടിയും പ്രവർത്തനങ്ങൾ, ഇപ്പൊ CE മാർക്കൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് എന്തിനു കൊടുക്കുന്നു, എല്ലാവർക്കും മാർക്ക് കൊടുക്കുകയും വേണം, എല്ലാവരെ കൊണ്ടും പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുകയും വേണം, മക്കളെ കൊണ്ട്, എല്ലാ കുട്ടികളെ കൊണ്ടും, എന്നിട്ട് അവർക്ക് മാർക്ക് കൊടുക്കണം. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പഠന രൂപങ്ങളുമാണ് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഹാൻഡ് ബുക്കിലും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലും ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. ഞാൻ 3 അതിഥികളിലേക്കും വളരെ വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സൂചന തന്നെയാണ് സുരേഷ് ഗോപി പങ്കുവച്ചത്. തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കും, തൻ്റെ നിലപാട് താൻ അറിയിച്ചിട്ടുണ്ട്, തനിക്ക് സിനിമ ചെയ്യണം, ആ കാരണമാണ് സുരേഷ് ഗോപി പങ്കുവയ്ക്കുന്നത്. സിനിമ ചെയ്യേണ്ടതുകൊണ്ട് തനിക്ക് ഇതിൽ നിന്ന് ഒഴിവാകാനാവില്ല എന്ന നിലപാട് തന്നെയാണ് സുരേഷ് ഗോപി കാരണമായി പങ്കുവയ്ക്കുന്നത്. പക്ഷേ മഞ്ജുഷ്, ഇതിൻ്റെ ഒരു പശ്ചാത്തലം മറ്റൊന്നുകൂടിയുണ്ട്. കാരണം നമുക്കറിയാം, സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ആദ്യമായി BJPക്ക് വേണ്ടി ലോക്സഭയിലേക്ക് എത്തിയ ആളാണ്, വിജയിച്ച് കയറിയ ആളാണ്. അദ്ദേഹത്തിന് ഒരു മികച്ച പരിഗണന, അതായത് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തും, ക്യാബിനറ്റ് മന്ത്രിയായി അദ്ദേഹം എത്തുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അത്തരം ഒരു പരിഗണന ഉണ്ടാവാത്തതിലുള്ള അതൃപ്തിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് എന്ന സൂചനകളും അദ്ദേഹത്തോട് അടുത്ത ചില കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ഔദ്യോഗികമായി അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നത് സിനിമ എന്ന കാരണമാണ്. അദ്ദേഹത്തിന് ചില സിനിമാ കമ്മിറ്റ്മെൻറ്റ്സ് പൂർത്തിയാക്കാനുണ്ട്, സിനിമ ചെയ്യുക തൻ്റെ പാഷനാണ് എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പറയുന്നു. പക്ഷേ പിന്നീട് എന്തിന് അദ്ദേഹം ഇന്നലെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് വഴങ്ങി എന്ന ചോദ്യമാണ് ഉണ്ടാവുക. BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ ഈ ആശയക്കുഴപ്പം തള്ളിക്കളയുകയാണ്. കാരണം ഇതിന് അടിസ്ഥാനമില്ല, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനമില്ല എന്നതാണ് BJP. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം, പുതിയ പാഠപുസ്തകത്തിലെ വൈറലായ ആ അടുക്കള ചിത്രത്തെക്കുറിച്ചാണ്. ശ്രീ ഭാസ്കരൻ തുറവിക്കൽ, ഞാൻ അങ്ങയിലേക്കാണ് വരുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഈ പാഠപുസ്തകത്തിലോ പാഠത്തിലോ ചിത്രത്തിലോ മാത്രമല്ല മാറ്റം വരുത്തിയത്. നമ്മുടെ സർക്കാർ ഇത്തരത്തിൽ യൂണിഫോമിലടക്കം, യൂണിഫോം എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം വന്നത് ഇപ്പോഴാണെന്ന് പല സ്കൂളുകളിലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെയുള്ള, അത് സ്കേർട്ടും ടോപ്പും എന്നത് മാറ്റി അത് ആൺകുട്ടികൾ നിക്കറാണ് ധരിക്കുന്നതെങ്കിൽ പെൺകുട്ടികൾക്കും നിക്കറാണ്. അത്തരത്തിലൊരു ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള യൂണിഫോം വന്നു, എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ മാറ്റത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരില്ലേ ശ്രീ ഭാസ്കരൻ തുറവിൽ? അതെ, നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് അടുക്കളയിൽ നിന്ന് ആരംഭിക്കാമെന്നാണ് പറയുന്നത്. എല്ലാ മാറ്റങ്ങളും അവർക്ക് വേണം, പക്ഷെ അത് നമുക്ക് അടുക്കളയിൽ നിന്ന് ആരംഭിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ലല്ലോ. കാരണം ഈ അടുക്കള ആർക്കുള്ളതാണ്? അത് അമ്മയ്ക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാവരും രക്ഷകർത്ത അച്ഛനും മക്കൾക്കും എല്ലാവർക്കും കൂടെ ചേർന്നാണ് അടുക്കള എന്നുള്ള ഒരു അവിടുന്ന് ആ ഒരു ബോധ്യത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ആരംഭിക്കുന്നത് പിന്നെ അടുക്കളയിൽ നിന്നാണെങ്കിലും ഈ യൂണിഫോമിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അതെല്ലാം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ആ ഒരു അംഗീകാരം നമുക്ക് വേണമല്ലോ. അത് നമ്മൾ അങ്ങനെ ഇപ്പോൾ തുടങ്ങിയത് അടുക്കളയിൽ നിന്നാണെങ്കിൽ, ആരംഭിച്ച അടുക്കളയിൽ നിന്നാണെങ്കിലും ആ മാറ്റം എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്. അതാണ് ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് വന്നത് മാറ്റം നേരത്തെ പറഞ്ഞത്. വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മളെല്ലാ സ്മാർട്ട് ക്ലാസ് റൂമായി, ഞാനൊക്കെ പഠിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ്. ഇരിക്കാൻ പോലും ഇല്ലാതെ ഒരു തറയിലിരുന്നാണ് ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചത്. പക്ഷേ ഇന്നത്തെ കുട്ടികളെ ആർക്കും നമുക്ക് തറയിലിരുത്താൻ പറ്റില്ലല്ലോ. അത്രയും വലിയൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ.
അപ്പോൾ അതൊക്കെ ലോകത്തിൽ തന്നെ മാതൃകയായിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം ആകെ മാറിയിട്ടുണ്ട്. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിനാകെ മാതൃകയായിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ മാറ്റം വന്നിട്ടുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീലക്ഷ്മി, ഇതിന് മുമ്പൊന്ന് ചർച്ചയായത് ഈ അഗ്ലി ബ്യൂട്ടിഫുൾ എന്നുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ചിത്രമായിരുന്നു. ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അഗ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ മുഖം കൊടുക്കുന്നു, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻസസ് പോലെയുള്ള ഒരു പെൺകുട്ടിയുടെ മുഖം കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ പതിപ്പിക്കുന്നത്. പക്ഷെ ബോഡി ഷെയ്മിങ് എന്താണ്, ബോഡി ഷെയ്മിങ് ആണ് അത് എന്നൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ പോലും തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കാണ് എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പോഴേ കണ്ടറിഞ്ഞ് പഠിച്ച് അവരുടെ തുടക്കത്തിലെ അവരതൊക്കെ തിരുത്തി പോകുന്നു എന്നുള്ളതല്ലേ? സീരിയസ്ലി ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ചെറിയ കുട്ടികൾ, ഇപ്പൊ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്നുള്ള ഒരു സംഭവത്തില് ഇപ്പോഴത്തെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഒരു പാഠപുസ്തകത്തിൽ ഒരു ഫോട്ടോ കണ്ടത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവും ഇല്ല എന്നല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണുകളും ടിവികളും ചാനലുകളും ഒരുപാട് വന്നു തുടങ്ങുന്ന നമ്മുടെ ഈ സാഹചര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ നേരത്തെ തന്നെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ എന്റെ മോള് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവൾക്കൊക്കെ നേരത്തെ അറിയാം അമ്മ മാത്രം ജോലി ചെയ്താൽ പോരാ, വീട്ടിലുള്ള എല്ലാവരും ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലുള്ളവർക്കും കൂടെ, അതായത് ഇപ്പൊ ഭാര്യ പറഞ്ഞാലോ അമ്മ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു അണുകുടുംബത്തിൽ നിന്നുള്ളൊരു അല്ലാതെ കൂട്ടുകുടുംബത്തിലുള്ള കുറെ ആൾക്കാര് പേടിച്ചിട്ടോ സമൂഹത്തിനെ പേടിച്ചിട്ടോ കുറെ പേര് മാറി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഭാര്യയെ സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ മക്കൾ വന്നിട്ട് അച്ഛന്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛൻ അടുക്കളയിൽ വന്ന് സഹായിക്കണം എന്നുള്ള ഒരു കുട്ടിയുടെ ഒരു പുഷ് മാത്രമാണ് ശരിക്കും ഇതില് ആവശ്യം അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അല്ല, നമ്മളുടെ പിള്ളേരൊക്കെ ഒരുപാട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും കൂടുതൽ എന്താ പറയാ നല്ല രീതിയിൽ പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു തുടക്കം. നേരത്തെ ഭാസ്കരൻ സാറ് പറഞ്ഞതുപോലെ തുടക്കം അടുക്കളയിൽ നിന്നാകട്ടെ, പക്ഷെ മാറ്റം എന്നുള്ളത് അതിന് കുറച്ച് സമയമെടുക്കുമെങ്കിലും മാറിയേ മതിയാകൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നിടത്തോളം ഇതിങ്ങനെ പോകട്ടെ എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം നന്ദി 3 അതിഥികൾക്കും ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. കടുപ്പം കുറച്ച് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. പക്ഷേ അവരെയും കുഴയ്ക്കുന്നത് സുരേഷ് ഗോപി ഇത്തരമൊരു നിലപാട് പരസ്യമായി സ്വീകരിച്ചതാണ്. കാരണം ഒരു അസാധാരണ സാഹചര്യമാണ്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ്. അദ്ദേഹത്തിന് വകുപ്പ് സംബന്ധിച്ച തീരുമാനം ഇന്ന് വരാനിരിക്കുന്നു. ഇന്ന് മറ്റ് മന്ത്രിമാരൊക്കെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇത്തരമൊരു സാഹചര്യം നിൽക്കുമ്പോഴാണ് താൻ ചുമതല ഏറ്റെടുക്കില്ല, തനിക്ക് ഒഴിയണം, അക്കാര്യങ്ങൾ താൻ അറിയിച്ചു എന്ന നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു പക്ഷേ അതിപ്പോൾ ഏറ്റവും അവസാനം അതിനുശേഷം സുരേഷ് ഗോപി പാഷനാണെന്നുള്ള കാര്യം ആവർത്തിച്ചുകൊണ്ട് ഇതേക്കുറിച്ച് ചില ധാരണകൾ ഉണ്ടാക്കണം. അതായത് ഒരേ സമയത്ത് തന്നെ ഏറ്റെടുത്തിരിക്കുന്ന സിനിമകൾ തീർക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ മന്ത്രി പദവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും ഈ തുടക്ക സമയത്ത്, അതും ആലോചിച്ച് വരികയാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് ഏറ്റവും അവസാനം. അപ്പോൾ അദ്ദേഹം ഈ ഒഴിവാക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? ഏതായാലും സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയതിൽ അത്ര പെട്ടെന്ന് തീരുമാനം മാറ്റുവാൻ എന്തായാലും BJP ദേശീയ നേതൃത്വം തയ്യാറാവില്ലല്ലോ. മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യം ഏറ്റെടുത്തതാണല്ലോ. അതാണല്ലോ പ്രധാനമന്ത്രി ഇടപെട്ടാണല്ലോ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയത്. അതുകൊണ്ടൊരു മറിച്ചുള്ള ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ വേണം കരുതാൻ മഞ്ജുഷ. കാരണം 2 പശ്ചാത്തലം. ഒന്ന്, ഈ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് നരേന്ദ്രമോദിയൊക്കെ നേരിട്ട് ഇടപെട്ട് ഇദ്ദേഹത്തിന് മന്ത്രി പദവി നൽകിയ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ആ തീരുമാനം തിരുത്തപ്പെട്ടാൽ, തുടക്കത്തിൽ തന്നെ പിഴയ്ക്കുന്ന ആ തീരുമാനം തിരുത്തപ്പെട്ടാൽ തുടക്കത്തിൽ തന്നെ ഒരു പിഴവായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. മറ്റൊന്ന്, കേരള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ കത്തോലിക്ക സഭാ നേതൃത്വം, NSS നേതൃത്വം, SNDP നേതൃത്വം ഇവരൊക്കെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്ന പരിഗണനയെ പുകഴ്ത്തി രംഗത്ത് വരികയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ തീരുമാനം അത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്ന് കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുക ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, സുരേഷ് ഗോപിക്ക് വലിയ തരത്തിലുള്ള സ്വീകാര്യത കേരളത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, സമുദായ സംഘടനകളിൽ നിന്നുണ്ട്. അതൊക്കെ BJPയുടെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനുള്ളൊരു അവസരം കൂടി കേരളത്തിലുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കിയുള്ള നീക്കം സ്വാഭാവികമായും സമ്മർദ്ദം ചെലുത്തിയായാലും BJPയുടെ നേതൃത്വം ഒഴിവാക്കുക തന്നെ ചെയ്യും. കേന്ദ്രമന്ത്രിയായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും
എങ്കിലും സുരേഷ് ഗോപി ചുമതല ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. തനിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ട എന്ന് നേരത്തെ പറഞ്ഞതാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഉടൻ തന്നെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. സിനിമയുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഒന്നും ആവശ്യപ്പെട്ടതല്ല, എനിക്കിത് വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ റിലീവ് ചെയ്യും, താമസിയാതെ റിലീവ് ചെയ്യും. അവർക്ക് നന്നായിട്ട് അറിയാം തൃശ്ശൂർക്കാർക്ക് ഒരു MP എന്ന നിലയ്ക്ക് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കും. സിനിമയാണ് കാരണമായി പറയുന്നതെങ്കിലും കേന്ദ്ര സഹമന്ത്രിയായി ഒതുക്കി എന്നുള്ള ഒരു പരിഭവം സുരേഷ് ഗോപിക്കുണ്ട് എന്ന സൂചനയും കിട്ടുന്നുണ്ട്. ക്യാബിനറ്റ് പദവിയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഇത്തരത്തിൽ നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കിയ നിലയിൽ. മരണകാരണം സാമ്പത്തിക പ്രതിസന്ധി. കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിനിയെ ഇടിച്ച് തെറിപ്പിച്ച് ബസിന്റെ അമിത വേഗം. ഇടിച്ചത് സീബ്ര ലൈൻ കടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ. അപകടം ചെറുവണ്ണൂർ സ്കൂളിന് മുന്നിൽ. തൃശൂർ കുന്നംകുളത്തെ യുവാവിന്റെ മരണം ബൈക്ക് അപകടമല്ല. ചെറുവത്താനി സ്വദേശി വിഷ്ണുവിനെ സുഹൃത്തുക്കൾ തല്ലിക്കൊന്നതെന്ന് തെളിഞ്ഞു. മർദ്ദനമുണ്ടായത് ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോകുന്നതിനെ ചൊല്ലി. അട്ടപ്പാടിയിൽ പുലിയെ അവശനിലയിൽ കണ്ടെത്തി. പുലിയെ കണ്ടത് പുളിയമ്പതിയിലെ കൃഷിയിടത്തിൽ. വനം വകുപ്പെത്തി സൈലന്റ് വാലിയിലേക്ക് മാറ്റി. പുലിക്ക് വിദഗ്ധ ചികിത്സ നൽകും. മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലെ പലചരക്ക് കട തകർത്തു. തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കയിൽ. വിശദമായി നോക്കാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൂട്ടപ്പനയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ. അറപ്പുരവിള വീട്ടിൽ മണിലാൽ, ഭാര്യ സ്മിത, മകൻ അഭിലാൽ എന്നിവരെയാണ് വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ സീബ്ര ലൈനിൽ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. കൊളത്തറ സ്വദേശി വിദ്യാർത്ഥിനി ഫാത്തിമാറിനെ അമിത വേഗത്തിൽ വന്ന ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറുവണ്ണൂർ സ്കൂളിന് മുന്നിലെ സീബ്ര ലൈനിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയെ ബസ് ഇടിച്ചത്. പാലക്കാട് ഓങ്ങല്ലൂരിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പട്ടാമ്പി പാതയിൽ മഞ്ഞളുങ്ങൽ ഇറക്കത്തിലാണ് അപകടം. പുറകിൽ വന്ന കാർ ഓവർടേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ട് പാതയോരത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഓട്ടോയുടെ മുൻഭാഗം തകർന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. തൃശൂർ കുന്നംകുളത്ത് യുവാവിന്റെ മരണം കൊലപാതകം. ചെറുവത്താനി സ്വദേശി വിഷ്ണു മരിച്ചത് മർദ്ദനം മൂലമെന്ന് തെളിഞ്ഞു. വിഷ്ണു സ്ഥിരമായി കാവിലക്കാട് ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോകുന്നത് ചോദ്യം ചെയ്ത് സുഹൃത്തുക്കൾ വിഷ്ണുവിനെ ആക്രമിച്ചു. പിന്നാലെ വിഷ്ണു ബോധരഹിതനായി വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബൈക്ക് അപകടത്തിൽ പരിക്കു പറ്റിയതെന്നാണ് ഡോക്ടറോട് പറഞ്ഞത്. എന്നാൽ പരിശോധനയിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
തൃശൂർ വാടാനപ്പള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട. 12.5 കിലോ കഞ്ചാവുമായി മഹാരാഷ്ട്ര സ്വദേശിയായ സയ്യിദ് ഇർഫാൻ പിടിയിലായി. തീരദേശ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയായിരുന്നു വിൽപ്പന. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോഴിക്കോട് കൊയിലാണ്ടി മുത്താമ്പിയിൽ BJP പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ 3 പേർക്ക് പരിക്കേറ്റു. റോഡിന് സമീപം മീൻ വിൽക്കുന്ന കച്ചവടക്കാർക്കാണ് പരിക്കേറ്റത്. പടക്കം പൊട്ടിത്തെറിച്ച് മുഖത്തും ചെവിക്കും പരിക്കേറ്റു. മൂവരും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. BJP പ്രവർത്തകർ റോഡിന് നടുവിൽ വെച്ചാണ് പടക്കം പൊട്ടിച്ചതെന്നാണ് ആരോപണം. അപകടത്തെ തുടർന്ന് പ്രകടനം നിർത്തിവെച്ചു. ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ചൊക്കനാട് സൗത്ത് ഡിവിഷനിലാണ് കാട്ടാനക്കൂട്ടമെത്തി ആക്രമണം നടത്തിയത്. പ്രദേശവാസിയായ പുണ്യവേലിന്റെ പലചരക്ക് കട ആക്രമിച്ച് തകർക്കുകയും ചെയ്തു. മുൻപും നിരവധി തവണ ഈ പലചരക്ക് കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. നാശത്തിന്റെ വക്കിലായ പട്ടാമ്പി പ്രീ മെട്രിക് ഹോസ്റ്റൽ നവീകരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം. 14 വർഷമായി അടഞ്ഞുകിടക്കുന്ന സ്ഥാപനം സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നവീകരിക്കുന്നത്. പരിപാലനമില്ലാതെ ദ്രവിച്ച മരത്തിന്റെ ജനലുകളും വാതിലുകളും ഫർണിച്ചറുകളും പൂർണ്ണമായി നീക്കം ചെയ്തു. ഇരുമ്പിന്റെ ജനലുകളും വാതിലുകളും ഘടിപ്പിക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. മഴയിൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന്റെ സംരക്ഷണത്തിനായി മുകളിൽ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. തകർച്ച നേരിട്ട തറയും ചുമരുകളും നവീകരിക്കും. കാട് പിടിച്ചു കിടന്നിരുന്ന കെട്ടിടത്തിന് മുൻവശം ഇന്റർലോക്ക് കട്ട പതിച്ച് നവീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. SC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായതുകൊണ്ട് അത് SC കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഇനിയും അവിടെ നവീകരണ പ്രവർത്തികൾ ആവശ്യം വന്നാൽ വീണ്ടും ഫണ്ട് ചെലവഴിക്കാൻ തയ്യാറാണ്. അത് SC കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റ് വിധത്തിലുള്ള മറ്റെന്തെങ്കിലും കോഴ്സുകളോ അതുപോലത്തെ പരിപാടികളുമായിട്ട് ആലോചിക്കുന്നുണ്ട്. പട്ടാമ്പിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന SC/ST വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനാണ് 1989-ൽ 2 നില കെട്ടിടം നിർമ്മിച്ചത്. ഇന്നും ഈ കെട്ടിടത്തിൽ നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ട്. അടുക്കളയും ഡൈനിങ് ഹാളും അടക്കം എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മുൻപും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും അതൊന്നും അധികനാൾ നീണ്ടുനിന്നില്ല. സ്വകാര്യ കെട്ടിടങ്ങളിൽ വലിയ വാടക നൽകി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും മികച്ച സൗകര്യമുള്ള ഈ കെട്ടിടത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. 1.5 ഏക്കർ സ്ഥലത്ത് 2.5 ലക്ഷം കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് 2 യുവാക്കൾ. എരുവട്ടി സ്വദേശി രഞ്ജിത്തും വെണ്ടുട്ടായിലെ ഷിജുകുമാറുമാണ് പിണറായിലെ വിശാലമായ സ്ഥലത്ത് അത്യുൽപാദന ശേഷിയുള്ള കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ചത്. കമുകിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം പിണറായി കൽപ്പക നഴ്സറിയിൽ നടന്നു. സുഹൃത്തിനു വേണ്ടി ഏറ്റവും മികച്ച കമുകിൻ തൈകൾ തേടിയുള്ള അലച്ചിലാണ് രഞ്ജിത്തിന്റെയും ഷിജുകുമാറിന്റെയും ജീവിതത്തിൽ പുതിയൊരു തുടക്കമിട്ടത്. കമുകിൻ തൈകൾക്കായുള്ള അന്വേഷണം അടുത്തപ്പോൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഇവരെത്തുകയായിരുന്നു. അങ്ങനെയാണ് 2 സുഹൃത്തുക്കളും ചേർന്ന് ഇന്ന് ഈ കാണുന്ന 2.5 ലക്ഷം കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ചത്. എരവട്ടിയിലെ ഇലക്ട്രീഷ്യനാണ് രഞ്ജിത്ത്. നഴ്സറി ഉടമയാണ് VN ഷിജുകുമാർ. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി നല്ല തൈക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞപ്പോൾ തൈക്ക് സാധാരണ മാർക്കറ്റിൽ ഉള്ളതിനേക്കാളും വില ആവശ്യപ്പെടുകയും നല്ല തൈ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഉൽപ്പാദനം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ചർച്ച ചെയ്യുകയും എത്തിപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പരിചരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നടിയിൽ സമയത്ത് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ഇന്റർമംഗള, മോഹിത് നഗർ, കാസർഗോഡൻ എന്നീ 3 വെറൈറ്റികളാണ്. തയ്യാക്കി മാറ്റാൻ നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ടും യതീന്ദ്രൻ മാഷ് നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചതുകൊണ്ടും ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതുകൂടാതെ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. അവർക്ക് ജോലിയില്ലാത്ത സമയത്ത് അവരുടെ സഹകരണം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ലേബറിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും പത്രങ്ങളിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ അന്വേഷിച്ച് ഇവിടെ എത്തുകയും, അതുകൂടാതെ നമ്മൾ ഓൾറെഡി നഴ്സറി ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കസ്റ്റമർ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിങ്ങിന് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഗുണനിലവാരവും അത്യുൽപാദന ശേഷിയുമുള്ള കമുകിൻ തൈകളുടെ തോട്ടമാണ് ഒരുക്കിയത്. കാസർഗോഡ്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചാണ് ഇവർ ഗുണനിലവാരമുള്ള അടയ്ക്ക ശേഖരിച്ചത്. ഖത്തർ റേഡിയോ ഡയറക്ടറായിരുന്ന വെണ്ടുട്ടായിലെ യതീന്ദ്രന്റെ 1.5 ഏക്കറിലധികം സ്ഥലവും ജലസേചന സംവിധാനങ്ങളും യുവാക്കൾക്ക് വിട്ടുനൽകി. ഇന്റർമംഗള, മംഗള, മോഹിത് നഗർ, കാസർഗോഡൻ തുടങ്ങി വിവിധ അടയ്ക്കകളുടെ 2.5 ലക്ഷത്തിലേറെ തൈകളാണ് ഇവരുടെ നഴ്സറിയിലുള്ളത്. തൈകളുടെ വിപണനോദ്ഘാടനം പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ നിർവഹിച്ചു. ആദ്യ വിൽപ്പന AICC മെമ്പർ VA നാരായണൻ ശ്രീധരൻ മാസ്റ്റർക്ക് നിർവഹിച്ചു. ന്യൂസ് 18 കണ്ണൂർ. തൃശൂർ DCCയിൽ വീണ്ടും സംഘർഷം. ഓഫീസിലെത്തിയ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന് സ്വീകരണം ഒരുക്കിയ ഒരു വിഭാഗം പ്രവർത്തകർ ജോസിന് അനുകൂലമായ മുദ്രാവാക്യം മുഴക്കി. കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്നുണ്ടായ തർക്കങ്ങളിൽ നേരത്തെയും DCC ഓഫീസിൽ സംഘർഷമുണ്ടായിരുന്നു. പെരിയാർ വിഷമയമാക്കരുത് എന്നാവശ്യപ്പെട്ട് AAYF പെരിയാർ സംരക്ഷണ പാദയാത്ര നടത്തി. AAYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, പ്രസിഡന്റ് N അരുൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പാദയാത്ര. പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, പെരിയാർ നദി സംരക്ഷിക്കുക, പെരിയാർ റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുക, പുഴ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ജാഥ. CPI ദേശീയ കൌൺസിൽ അംഗം സത്യൻ മൊക്കേരിയാണ് കടമക്കുടിയിൽ ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഏലൂർ പാതാളത്ത് നടന്ന സമാപന സമ്മേളനവും പെരിയാർ സംരക്ഷണ സദസ്സും പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിഷജലം ഈ നദികൾ ഒഴുകുന്നത് നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മളെ നദികൾ 44 നദികളുണ്ട്. ആ 44 നദികളും കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാ. ഈ നദികളിൽ ശുദ്ധജലം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിക്കടിയുള്ള ജലമുണ്ടല്ലോ, ആ ജലമല്ലേ നമുക്ക് പലപ്പോഴും കുഴൽക്കിണറിലെ വെള്ളമായും എല്ലാം കിട്ടുന്ന ജലം അതാണല്ലോ. ആ ജലവും അശുദ്ധമാവും. അതിന്റെ ഫലമെന്താ? നമ്മുടെ നാട്ടിലെ ജലമെല്ലാം അശുദ്ധമാകുന്ന അവസ്ഥയുണ്ടാവും. വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങളും മത്സ്യ കർഷകരും തൊഴിലാളികളും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ന്യൂസ് 18 കൊച്ചി. എറണാകുളം മഞ്ഞുമലയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താണു. രാവിലെ 6 മണിയോടെയാണ് സംഭവം. BK പരമേശ്വരന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താണത്. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം അടിച്ച് കയറ്റുന്നതിനിടെയാണ് വലിയ ശബ്ദത്തോടെ കിണർ ഇടിഞ്ഞു താണത്. പാലക്കാട് അട്ടപ്പാടി പുലിയപതിയിൽ പുലിയെ അവശനിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് കൃഷിയിടത്തിൽ പുലിയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ സൈലന്റ് വാലിയിലേക്ക് മാറ്റി. വിദഗ്ധ ചികിത്സ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ സിനിമയിൽ അഭിനയിക്കുവാനുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, വാക്ക് കൊടുത്തു പോയതാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഒഴിവാക്കാൻ പറ്റില്ല എന്ന കാര്യമാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇക്കാര്യം അറിയിച്ചിരുന്നതാണ്. പക്ഷേ തന്നെ മന്ത്രിയാക്കുകയാണ് ചെയ്തതെന്നും ചുമതല ഏറ്റെടുക്കുന്ന കാര്യം സംശയമാണെന്നും ഉടൻ തന്നെ ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത്. സുരേഷ് ഗോപിയുമായി സംസ്ഥാനത്തെ BJP നേതാക്കൾ ഡൽഹിയിൽ ചർച്ച നടത്തി വരികയാണ്. K സുരേന്ദ്രൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം.
സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇത് സുരേഷ് ഗോപി തീർത്ത് പറയുകയാണ് ഈ ക്യാബിനറ്റ് പദവിയൊന്നും മോഹിച്ചതല്ല, ഒരു മന്ത്രിസ്ഥാനവും മോഹിച്ചതല്ല എന്ന്. സിനിമയാണ് അദ്ദേഹം കാരണമായി പറയുന്നത്. ഈ പവൻ കല്യാണുമായി നേരത്തെ സുരേഷ് ഗോപി ഇതേക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. പവനും ഇങ്ങനെ ചില കമ്മിറ്റ്മെന്റുകളുടെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. നാളെ 12 ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. മറാത്തവാഡയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഓഡിറ്റോറിയം നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഇതോടെ കടുത്ത നിരാശയിലാണ് പ്രദേശവാസികൾ. പഞ്ചായത്തിന് ലഭിച്ച സ്പോർട്സ് ലോട്ടറി സമ്മാനത്തുക കൊണ്ടാണ് ഓഡിറ്റോറിയം നിർമ്മിക്കാൻ ഒരുങ്ങിയത്. 2.5 ഏക്കറിൽ ഓഡിറ്റോറിയത്തിനായി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ ശോച്യാവസ്ഥയിലാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന് സ്പോർട്സ് ലോട്ടറി വഴി ലഭിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് വാടാനംകുറിശ്ശിയിലാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഓഡിറ്റോറിയം നിർമ്മാണം തുടങ്ങിയത്. പണി ഭൂരിഭാഗവും പൂർത്തിയായി. തുടർ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാതായതോടെ ഓഡിറ്റോറിയവും പരിസരവും സാമൂഹ്യവിരുദ്ധരുടെ താവളമായി. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ജനലുകൾ തകർത്ത നിലയിലാണ്. ഇലക്ട്രിക്കൽ, ഇന്റീരിയർ, പ്ലംബിംഗ് വർക്കുകളും അനുബന്ധ പ്രവൃത്തികളും ഇനി നടത്താനുണ്ട്. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി ഓഡിറ്റോറിയം തുറന്നു കൊടുക്കണമെന്നാണ് ആവശ്യം. ഇത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡിൽ ഒരു ഓഡിറ്റോറിയം വർഷങ്ങളായിട്ട് പണി തുടങ്ങിയതാണ്. ഏതാണ്ട് ഒരു 7 വർഷത്തോളം ആയെന്നാണ് എൻ്റെ കണക്ക്. ഈ ഓഡിറ്റോറിയം കാട് പിടിച്ച് കിടക്കുന്നു. അതേപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ പുറത്തുനിന്ന് അനാവശ്യമായ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പട്ടി നായക്കളുടെ ശല്യം ഓവറായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓഡിറ്റോറിയം പണി തീർത്ത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ പണി തീർത്ത് ഇതിനെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് സാധാരണക്കാരന് ഈ പുറത്തുപോയി ഓഡിറ്റോറിയത്തിന് 50,000 60,000 കൊടുക്കുന്നത് ഇവിടെ നിസാര പൈസയ്ക്ക് സാധാരണക്കാരന് കല്യാണം നടത്താൻ പറ്റുന്നൊരു ഓഡിറ്റോറിയമാണിത്. നല്ല സൗകര്യങ്ങളുള്ള ഒരു ഓഡിറ്റോറിയമാണ്. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും കുടിക്കാനുള്ള വെള്ളവും. ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ് എനിക്ക് ഈ നാട്ടുകാരനിലേക്ക്. സ്വന്തം വീടിനടുത്ത് തന്നെ കിടക്കുന്ന ഓഡിറ്റോറിയമാണ്. അത് ഭയങ്കര വിഷമമുണ്ട് ഈ ഓഡിറ്റോറിയം കിടക്കുന്ന കാണുമ്പോൾ, പുല്ലും പിടിച്ച് കാടും പിടിച്ച് കിടക്കുമ്പോൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഓഡിറ്റോറിയം പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്ത് സാധാരണക്കാരന് വേണ്ടി വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓഡിറ്റോറിയം ഉള്ള പഞ്ചായത്താണ് ഓങ്ങല്ലൂർ. സ്വകാര്യ ഓഡിറ്റോറിയങ്ങൾ വൻതുക വാടകയായി ഈടാക്കുമ്പോൾ പഞ്ചായത്ത് ഓഡിറ്റോറിയം ജനങ്ങൾക്ക് ഏറെ ഉപകരിക്കുമായിരുന്നു. പക്ഷേ ഇത് നടപ്പാക്കാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ചോദ്യം. ന്യൂസ് 18 ഓങ്ങല്ലൂർ. പഞ്ചായത്ത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതോടെ യാത്രാ ദുരിതത്തിലായി നിരവധി വീട്ടുകാർ. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ 6ാം ബ്ലോക്ക് കവളോറ പ്രദേശത്തെ 20ഓളം വീട്ടുകാരാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. 10 വർഷത്തോളമായി പ്രദേശവാസികൾ റോഡ് നവീകരിച്ചു നൽകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. 3 മാസം മുൻപ് 100 മീറ്റർ റോഡ് നവീകരണം ആരംഭിച്ചെങ്കിലും ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചില്ല. ഇതോടെ നിലവിൽ ചെയ്ത സോളിംഗും ഇളകിത്തുടങ്ങിയിട്ടുണ്ട്. റോഡിന്റെ ബാക്കി ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിലുമാണ്. ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർമാർ ഓട്ടോറിക്ഷക്കാരൊന്നൊരു റേഷൻ കടയിൽ നിന്ന് സാധനം വരെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വലിയ റോഡ് മോശമാണെന്ന് പറഞ്ഞ് വരയില്ല. ഞങ്ങൾ അവിടെ ആ മേലെ റോഡിൽ ഇറക്കിയിട്ട് അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് പോരല്ല. പിന്നെ കുട്ടിയൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ ഇപ്പം എൻ്റെ മോളും പ്രസവമൊക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് രാത്രി 9 മണിക്ക് 10 മണിക്ക് വേദന നിർത്തിയിട്ട് ഇവിടുന്ന് നടന്നു പോയതാണ്. എന്നിട്ട് മെയിൻ റോഡിന്മേൽ പോയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചിട്ട് പോയതാണ്. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ MLA 10 ലക്ഷം രൂപ റോഡ് നവീകരണത്തിനായി അനുവദിച്ചു എന്ന ബാനർ പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് അതും കാണാതായി. എൻ്റെ അയൽവാസി ഒരു വീട്ടിലൊരു ഉമ്മക്ക് സുഖമില്ലാണ്ട്, കാര്യം ആസാദ് ഹോസ്പിറ്റലിൽ അവിടെയാണ്. ആ സ്ത്രീക്ക് സുഖമില്ലാണ്ട് അവിടെ വാഹനമൊന്നുമില്ല. ഇവിടുന്ന് എന്നെ വിളിച്ചിട്ട് ഞാനും മകനും അവിടെ എത്താൻ വേണ്ടി 15 മിനിറ്റ് എടുത്തേക്കുന്നു. 15 മിനിറ്റ് എടുത്ത് അവിടെ ചെന്ന് EMS ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി അവിടെ എത്തി ഒരു 15 മിനിറ്റ് കൊണ്ട് ആ സ്ത്രീ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മളെ റോഡ് കൊണ്ടുള്ള നമ്മളെ ടൈമാണ് ഇതിനൊക്കെ പ്രശ്നം. ഒരാളെ ജീവൻ രക്ഷപ്പെട്ട് 5 മിനിറ്റ് മതി.
ഈ 5 മിനിറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡായത് കാരണം സ്കൂൾ വാഹനങ്ങൾ പ്രദേശത്തേക്ക് എത്താതെ ആയതോടെ കുട്ടികളും ബുദ്ധിമുട്ടിലാണ്. മഴക്കാലമായ ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളവും വരും, കൊടയും ചൂടണം, മക്കളെ എടുക്കണം, ബാഗും പിടിക്കണം. ഭയങ്കര എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. റോഡ് നമ്മൾ തന്നെ വികാൻ പോകണം. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ. എല്ലാത്തിനും ബുദ്ധിമുട്ടാണെന്ന് പറയും റോഡ് കൊണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് നവീകരിച്ച് യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാറായി കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാറിനെ നിയമിച്ചു. ആരോഗ്യ സർവകലാശാലയുടെ അക്കാദമിക് കൌൺസിൽ, ഗവേണിംഗ് കൌൺസിൽ എന്നിവയിൽ അംഗം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി RMO എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ആയുഷ് വകുപ്പിന്റെയും കേന്ദ്ര ആയുർവേദ കൌൺസിലിന്റെയും ആരോഗ്യ സർവകലാശാലയുടെയും മികച്ച ആയുർവേദ അധ്യാപകനുള്ള അവാർഡ്, നാഷണൽ സർവീസ് സ്കീമിന്റെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള കണ്ണൂർ സർവകലാശാലയുടെ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. പാലക്കാട് ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൊബൈൽ ഡിസ്പെൻസറി വാഹനം സമർപ്പിച്ചു. MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വാഹനം ലഭ്യമാക്കിയത്. മുഹമ്മദ് മുഹസിൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇതേറെ സഹായകരമാകും. പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കുട്ടികൾക്കായുള്ള വാക്സിനേഷൻ ക്യാമ്പുകൾ കൂടുതലായി സംഘടിപ്പിക്കുന്നതിനും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും വാഹനം പ്രയോജനപ്പെടും. ഗുണങ്ങൾ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നാൽപ്പത്താറാമത് സംസ്ഥാന പഞ്ചകുസ്തി ചാമ്പ്യൻഷിപ്പിന് പാലക്കാട് പട്ടാമ്പി വേദിയായി. 2 ദിവസങ്ങളിലായി ഗവൺമെന്റ് സംസ്കൃത കോളേജിലായിരുന്നു മത്സരം. വിവിധ ജില്ലകളിൽ നിന്നായി 300 താരങ്ങൾ പങ്കെടുത്തു. വിജയികൾക്ക് മുഹമ്മദ് മുഹസിൻ MLA സമ്മാനങ്ങൾ നൽകി. പത്താം ക്ലാസ് +2 പരീക്ഷകൾ പാസ്സായ എല്ലാ കുട്ടികളെയും ഒരു ജില്ലാ പഞ്ചായത്ത് ആദരിക്കുക. കേൾക്കുമ്പോൾ അല്പം അമ്പരപ്പ് തോന്നുന്നുണ്ടോ? മലപ്പുറം വണ്ടൂരിലാണ് സംഭവം. വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മലാണ് 3000 കുട്ടികൾക്ക് പുരസ്കാരം നൽകുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. 2 ദിവസമെടുത്തു മാരത്തോൺ അവാർഡ് ദാനം പൂർത്തിയാക്കാൻ. കുട്ടികൾക്ക് അവാർഡ് നൽകിയത് വണ്ടൂർ MLA AP അനിൽകുമാറും. 2 ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടു ചടങ്ങ്. മുൻ വർഷങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയവരെ മാത്രമായിരുന്നു ആദരിച്ചതെങ്കിൽ ഇക്കുറി ജയിച്ച എല്ലാവർക്കും സമ്മാനം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സ്വന്തം നിലയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ടോപ്പേഴ്സ് ഡേ ചടങ്ങ് സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന്റെ തനത് പരിപാടിയായ ടോപ്പേഴ്സ് ഡേ 4th എഡിഷൻ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു. ഏകദേശം 3000-ഓളം വിദ്യാർത്ഥികളെ ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയുണ്ടായി. മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ഒരുമിച്ചിരുത്തി അവരുടെ വിജയത്തിൽ പങ്കുചേരുക, അവരുടെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ടോപ്പേഴ്സ് ഡേ സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളായി നടന്ന ചടങ്ങിൽ ആദ്യ ദിനത്തിൽ +2 വിദ്യാർത്ഥികളെയും 2ാം ദിനത്തിൽ SSLC വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും MLA AP അനിൽകുമാർ നേരിട്ടാണ് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും മൊമന്റോകളും നൽകിയത്. ന്യൂസ് 18 മലപ്പുറം. കൊച്ചി കലൂർ കത്രിക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. റോഡിലെ കുഴിയിൽ വീണ് കർണാടക ബസിന്റെ ആക്സിൽ ഒടിഞ്ഞതിനെ തുടർന്നാണ് പ്രതിഷേധം. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. കലൂർ കത്രിക്കടവ് റോഡാണിത്. ഈ റോഡ് മുഴുവൻ കുഴിയായതുകൊണ്ട് വാഹന ഗതാഗത യോഗ്യമല്ലാത്ത റോഡായി മാറിയിരിക്കുകയാണ്. ഈ മഴ പെയ്ത ശേഷം ഈ റോഡുകളിൽ വെള്ളം നിറയും. ഇവിടെ കുഴി കാണാത്ത രീതിയിൽ അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ തന്നെ നിരവധി അപകടങ്ങൾ, ഇവിടെ തന്നെ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലുണ്ട് കോൺഗ്രസ് റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ഈ മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ ഈ കൊച്ചിയിലെ പല റോഡുകളുടെയും അവസ്ഥ ഇതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പാലാരിവട്ടത്ത് ഒരു സ്ത്രീയുടെ കാല് ഓടയിൽ വീണ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കൊച്ചിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നമുക്ക് കാണാം ആ കുഴിയിലെ വെള്ളത്തിലിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. അല്പനേരമായി ഈ പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം
കാരണം തന്നെ ഈ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും അല്ലെങ്കിൽ തന്നെയും ഈ ഒരു റോഡ് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറയും, കുഴികളിൽ വെള്ളം നിറയും, കുഴി മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് കാണാം വളരെ വലിയ ഗതാഗത കുരുക്കാണ് ഈ ഭാഗത്തൂടെ നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നന്നാക്കിയെടുക്കേണ്ട അനിവാര്യത അങ്ങേ അറ്റം ആവശ്യകരമായ ഒരു സാഹചര്യത്തിലേക്കാണ്, അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ പോലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി പറയുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, മഴക്കാലം വന്ന ശേഷമുള്ള കൊച്ചിയുടെ റോഡിന്റെ അവസ്ഥ എന്താണ്, ഓടകളുടെ അവസ്ഥ എന്താണ്, മാലിന്യ കൂമ്പാരത്തിന്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയാണ് പ്രതിപക്ഷത്തിനുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനത്തെ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ ചെറിയ ചെറിയ ആക്സിഡന്റുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ടൂ വീലർ വന്ന് കാറിൽ ഇടിക്കുന്ന സാഹചര്യം, അങ്ങനത്തെ ചെറിയ ചെറിയ അപകടങ്ങൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇവരിവിടെ ഈ പ്രൊട്ടസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഗതാഗത അസൗകര്യം നേരിടുന്നുണ്ടെങ്കിൽ പോലും ഈ റോഡിന്റെ അവസ്ഥ പൊതുവായി ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് ദിവസമായിട്ട് GCDയുടെ അധികാരികളോടും ബന്ധപ്പെട്ടവരോടും നിരന്തരം നേരിട്ട് കാണുകയും ഈ കൗൺസിലർ മുഖേന കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ രാത്രി കർണാടകയുടെ ഒരു വണ്ടി വന്ന് ഈ കുഴിയിലാണ് ചാടിയത്. ഇന്ന് കാലത്ത് 10 മണിയായപ്പോഴാണ് അത് ഇവിടെ നിന്ന് നീക്കം ചെയ്തത്. രാവിലെ തുടങ്ങി നമ്മൾ നിരന്തരം GCDനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വന്നത് 10 മണിക്കാണ്. വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഫയൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കരുത്. അത് ഞങ്ങൾ നിർത്തില്ല. കാരണം നിരന്തരം ഈ റോഡിൽ കുട്ടികളുമായിട്ട് പോകുന്ന ലേഡീസ് വീഴുന്ന ഒരു സ്ഥലമാണ്. അപ്പോഴൊക്കെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഉടനെ ഫയൽ ശരിയാക്കും. ഇപ്പൊ GCD തന്നെ 30 കോടി മുടക്കിയാണ് ആ ഫുട്പാത്ത് ഉണ്ടാക്കിയത്. വൻ അഴിമതിയാണ് അതിനകത്ത്. അത് എവിടെയെങ്കിലും അവസാനിപ്പിച്ചിട്ടുണ്ടോ? അവസാനിപ്പിച്ചിട്ടുണ്ട്. കൊച്ചി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ ഗതാഗത കുരുക്കുണ്ടാകുന്നതിന് തന്നെയാണ്. അതിന് കാരണമാകുന്നത് ഇത്തരം കുഴികളാണ്, അല്ലെങ്കിൽ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ്. അത് മെയിൻ്റനൻസ് ചെയ്യാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന പരാതിയാണ് എല്ലായിടത്തും നിന്നും കേൾക്കുന്നത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6545 രൂപ, പവന് 52,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5470 രൂപ, പവന് 43,760 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. സുരേഷ് ഗോപിയുമായിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വാർത്ത വന്നിരുന്നു. എന്തായാലും സുരേഷ് ഗോപി ചുമതല ഏറ്റെടുക്കുന്നില്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണോ? എന്താണ് ഇതിന്റെ അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ളത്? സുരേഷ് ഗോപിയുടെ നിലപാട് BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ ഒരേപോലെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. കാരണം ഇന്നലെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്നെയാണ് ഈ ആശയക്കുഴപ്പം അദ്ദേഹം പങ്കുവച്ചത്. താൻ നേരത്തെ തന്നെ ഈ സ്ഥാനം ആവശ്യപ്പെട്ടതല്ല, പക്ഷേ പാർട്ടി നേതൃത്വം കേന്ദ്ര നേതൃത്വം അത്തരമൊരു നിർദ്ദേശം വെച്ചപ്പോൾ താൻ വഴങ്ങിക്കൊടുത്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് താൻ ചുമതല ഏറ്റെടുക്കില്ല എന്ന സൂചന തന്നെയാണ് സുരേഷ് ഗോപി പങ്കുവച്ചത്. തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കും, തൻ്റെ നിലപാട് താൻ അറിയിച്ചിട്ടുണ്ട്, തനിക്ക് സിനിമ ചെയ്യണം. ആ കാരണമാണ് സുരേഷ് ഗോപി പങ്കുവയ്ക്കുന്നത്. സിനിമ ചെയ്യേണ്ടതുകൊണ്ട് തനിക്ക് ഇതിൽ നിന്ന് ഒഴിവാകാനാവില്ല എന്ന നിലപാട് തന്നെയാണ് സുരേഷ് ഗോപി കാരണമായി പങ്കുവയ്ക്കുന്നത്. പക്ഷേ
മഞ്ജുഷ്, ഇതിൻ്റെ ഒരു പശ്ചാത്തലം മറ്റൊന്നുകൂടിയുണ്ട്. കാരണം നമുക്കറിയാം സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ആദ്യമായി BJPക്ക് വേണ്ടി ലോക്സഭയിലേക്ക് എത്തിയ ആളാണ്, വിജയിച്ച് കയറിയ ആളാണ്. അദ്ദേഹത്തിന് ഒരു മികച്ച പരിഗണന, അതായത് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തും, ക്യാബിനറ്റ് മന്ത്രിയായി അദ്ദേഹം എത്തുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അത്തരം ഒരു പരിഗണന ഉണ്ടാവാത്തതിലുള്ള അതൃപ്തിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് എന്ന സൂചനകളും അദ്ദേഹത്തോട് അടുത്ത ചില കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ഔദ്യോഗികമായി അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നത് സിനിമ എന്ന കാരണമാണ്. അദ്ദേഹത്തിന് ചില സിനിമാ കമ്മിറ്റ്മെൻറ്റ്സ് പൂർത്തിയാക്കാനുണ്ട്, സിനിമ ചെയ്യുക തൻ്റെ പാഷനാണ് എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പറയുന്നു. പക്ഷേ പിന്നീട് എന്തിന് അദ്ദേഹം ഇന്നലെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് വഴങ്ങി എന്ന ചോദ്യമാണ് ഉണ്ടാവുക. BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ ഈ ആശയക്കുഴപ്പം തള്ളിക്കളയുകയാണ്. കാരണം ഇതിന് അടിസ്ഥാനമില്ല, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനമില്ല എന്നതാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ അവരെയും കുഴയ്ക്കുന്നത് സുരേഷ് ഗോപി ഇത്തരമൊരു നിലപാട് പരസ്യമായി സ്വീകരിച്ചതാണ്. കാരണം ഒരു അസാധാരണ സാഹചര്യമാണ്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ്, അദ്ദേഹത്തിന് വകുപ്പ് സംബന്ധിച്ച തീരുമാനം ഇന്ന് വരാനിരിക്കുന്നു. ഇന്ന് മറ്റ് മന്ത്രിമാരൊക്കെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇത്തരമൊരു സാഹചര്യം നിൽക്കുമ്പോഴാണ് താൻ ചുമതല ഏറ്റെടുക്കില്ല, തനിക്ക് ഒഴിയണം, അക്കാര്യങ്ങൾ താൻ അറിയിച്ചു എന്ന നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു പക്ഷേ അതിപ്പോൾ ഏറ്റവും അവസാനം അതിനുശേഷം സുരേഷ് ഗോപി പാഷനാണെന്നുള്ള കാര്യം ആവർത്തിച്ചുകൊണ്ട് ഇതേക്കുറിച്ച് ചില ധാരണകൾ ഉണ്ടാക്കണം. അതായത് ഒരേ സമയത്ത് തന്നെ ഏറ്റെടുത്തിരിക്കുന്ന സിനിമകൾ തീർക്കുകയും ചെയ്യണം, അതോടൊപ്പം തന്നെ മന്ത്രി പദവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും ഈ തുടക്ക സമയത്ത്. നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. മന്ത്രിമാരുടെ വകുപ്പുകൾ അല്പസമയത്തിനകം അറിയാം. കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ യോഗം തുടരുന്നു. സ്ഥാനമൊഴിയുമെന്ന വാർത്തകൾ തള്ളി സുരേഷ് ഗോപി. മോദി മന്ത്രിസഭയിൽ അംഗമാകുന്നത് അഭിമാനം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വഴിത്തിരിവ്, പ്രതി രാഹുൽ നിരപരാധിയെന്ന് പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ. പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞതെല്ലാം കള്ളം, കുറ്റബോധമുണ്ടെന്നും വീഡിയോ സന്ദേശത്തിൽ യുവതി. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത് CPM. കയ്യിലുണ്ടായിരുന്ന സീറ്റ് കേരള കോൺഗ്രസിന് നൽകി. ജോസ് കെ മാണി രാജ്യസഭയിലേക്ക്. രണ്ടാം സീറ്റിൽ CPI മത്സരിക്കും. കടുത്ത പ്രതിഷേധവുമായി RJD. ബാർക്കോഴ വിവാദം നിയമസഭയിൽ ആളിക്കത്തിച്ച് പ്രതിപക്ഷം. സർക്കാരിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം. മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ലെന്ന എക്സൈസ് മന്ത്രിയുടെ വാദത്തിന് മറുപടി. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കേരളത്തിലെ കൂട്ടത്തോൽവിയിൽ CPM PBക്ക് നിരാശ. തോൽവി ആഴത്തിൽ പഠിക്കും. തൃശൂരിലെ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിലും ചേരിപ്പോർ രൂക്ഷം. DCC അധ്യക്ഷൻ രാജിവെച്ചു. രാജി പ്രഖ്യാപിച്ച് UDF ജില്ലാ ചെയർമാനും. കേരളത്തിന് കേന്ദ്രമന്ത്രിമാരെ കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച സമുദായ സംഘടനകൾ. ഭരണഘടനാ മൂല്യങ്ങളും ന്യൂനപക്ഷ സംരക്ഷണവും ഉറപ്പുവരുത്താൻ മോദി സർക്കാരിന് കഴിയട്ടെ എന്ന് സഭ. സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാൻ NSS ഇടപെട്ടിട്ടില്ലെന്ന് G സുകുമാരൻ നായർ. ആരിഫും ഐസക്കും തോൽക്കുമെന്ന് CPMനെ അറിയിച്ചതാണെന്ന് വെള്ളാപ്പള്ളി. തൃശൂർ പൂരം വിവാദത്തിൽ കമ്മീഷണർക്കെതിരെ നടപടി. അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. പുതിയ നിയമനം നൽകിയില്ല. R ഇളങ്കോ പുതിയ തൃശൂർ കമ്മീഷണർ. തൃശൂരിൽ ബൈക്ക് അപകടത്തിൽ പെട്ടെന്ന് കരുതിയ യുവാവിന്റെ മരണം കൊലപാതകം. വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ തെളിവ്. സുഹൃത്തുക്കൾ കസ്റ്റഡിയിൽ. കൊലപാതകം തെളിയാൻ കാരണമായത് ഡോക്ടർക്കുണ്ടായ സംശയം.
വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാജ്യസഭാ സീറ്റ് CPM കേരള കോൺഗ്രസിന് വിട്ടു നൽകി. ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് മത്സരിക്കും. മറ്റൊരു സീറ്റ് CPIക്കാണ്. ഇടതുമുന്നണിയുടെ ഐക്യവും കെട്ടുറപ്പുമാണ് ഏറ്റവും പ്രധാനമെന്നും അതിനുതകുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നും EP ജയരാജൻ വ്യക്തമാക്കി. LDFിലെ ഒരു പാർട്ടിക്കും UDFിലേക്ക് പോകേണ്ട ഗതികേടില്ല എന്നും EP പറഞ്ഞു. എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും കൂട്ടായി ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ 2 സീറ്റുകളിലേക്ക്, ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം. അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ ഒരു സീറ്റ് CPIക്ക്, രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. CPMന് ഒറ്റക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM അത്തരമൊരു ആവശ്യങ്ങളിലേക്ക് വന്നില്ല. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ 2 പാർട്ടികൾക്ക് ഈ 2 സ്ഥാനങ്ങൾ തീരുമാനിക്കാനുള്ള, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി യോഗം ചെയ്തിട്ടുള്ളത്. വിവിയനോട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഇപ്പോൾ ഇത് ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. CPIക്ക് അവരുടെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. കാരണം 4 ലോക്സഭാ സീറ്റുകളിലും പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ്. അവിടെയാണ് CPM വലിയൊരു വിട്ടുവീഴ്ച നടത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായാകും ഒരുപക്ഷെ ആ പാർട്ടി ഇങ്ങനെ തീരുമാനമെടുക്കുന്നത്. എന്തായിരുന്നു യോഗത്തിൽ സംഭവിച്ചത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ CPMന്റെ തീരുമാനം? നേരത്തെ തന്നെ ഉപേക്ഷ ചർച്ച നടത്തിയിരുന്നു. അപ്പോഴും തീരുമാനമായാലും രാവിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോഴും ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം ഒന്നുകൂടി അഡ്വക്കേഷോട് സംസാരിക്കണമെന്ന ഒരു നിലപാടിലേക്കാണ് സെക്രട്ടേറിയറ്റ് എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം RJDയാണ് ആദ്യം ചർച്ചയ്ക്ക് വിളിച്ചത്. CPIയുമായി വീണ്ടും ചർച്ച നടത്തി. അതിനുശേഷമാണ് ഇടതുമുന്നണി യോഗം ചേർന്നത്. അപ്പോൾ ഓരോ ഘടകകക്ഷിക്കും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം CPM നൽകി. RJD ശക്തമായി തന്നെ എല്ലാ തവണയും ഇതുപോലെ തങ്ങളെ അവഗണിക്കുന്നു, അതിന്റെ പരിഭവം RJD യോഗത്തിൽ മുന്നോട്ട് വെച്ചു. കേരള കോൺഗ്രസ് എം തങ്ങൾക്ക് സീറ്റില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവരുടെ നിലപാട് അറിയിച്ചു. CPIയും ഇത്തവണ വിട്ടുവീഴ്ചയ്ക്കുള്ള സാഹചര്യമില്ല, സാധ്യതയില്ല, എന്തുകൊണ്ടെന്ന് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. 4 സീറ്റ് തോറ്റ കാര്യമടക്കം അവർ അതിൽ വിശദീകരിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. സാധാരണഗതിയിൽ ആദ്യമേ CPM ഇത്തവണ CPM മത്സരിക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു സീറ്റ് CPM ഒരു സീറ്റ് ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കുന്നൊക്കെ പറയാനുള്ള CPM ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനമാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എല്ലാവരുടെയും കാര്യങ്ങൾ കേട്ടു, തർക്കത്തിന് നിൽക്കുന്നില്ല. ഇപ്പോൾ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 2 സീറ്റുകൾ ഒന്ന് കേരള കോൺഗ്രസ് എമ്മിനും ഒന്ന് CPIക്കും നൽകാനാണ് തീരുമാനം എന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു. ഒരുപക്ഷെ സൂചിപ്പിച്ച പോലെ CPM സമീപകാല ചരിത്രത്തിലൊന്നും ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. 2000-ൽ RSPക്ക് വേണ്ടിയാണ് CPM ഒരു സീറ്റ്, അന്ന് രാജ്യസഭാ സീറ്റ്, അവർക്ക് ജയിക്കാവുന്ന സീറ്റ് വിട്ടുകൊടുത്തത്. അന്ന് അതിനുള്ള പശ്ചാത്തലം കൊല്ലം ലോക്സഭാ സീറ്റ് CPM ഏറ്റെടുക്കുകയായിരുന്നു. RSP മത്സരിച്ചു വന്ന അതിന് പകരമാണെന്ന് ആ സീറ്റ് വിട്ടുകൊടുത്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് CPM 2 സീറ്റ് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ ഒരു സീറ്റിൽ CPM സ്ഥാനത്തിനാണ് മത്സരിക്കുകയും രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്തത്. ഇവിടെ ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. അതിനും അപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിന് നിരവധി ഓഫറുകൾ, അത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം UDFന്റെ നേതാക്കൾ, KPC അധ്യക്ഷൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു. കോൺഗ്രസിലേക്ക് പോകണമെന്ന അഭിപ്രായം, കോട്ടയം സീറ്റ് തോറ്റോടുകൂടി കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകണം, UDFിലേക്ക് മടങ്ങിപ്പോകണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാകുന്നു. അതൊരു തർക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ അനുകൂല നിലപാട് രാജ്യസഭാ സീറ്റ് കൂടി ഇല്ലെങ്കിൽ കുറച്ചുകൂടി സമ്മർദ്ദം ആ വിഷയത്തിൽ അവർക്കെതിരെ ഉണ്ടാകും. BJP അവർക്ക് ഓഫർ വയ്ക്കുന്നു. CPI ആകട്ടെ തങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിയോടും ഉപേക്ഷ ചർച്ചയിലും ശേഷം മാധ്യമങ്ങളോടും തുറന്നു പറയുകയും ചെയ്യുന്നു. CPI ഇപ്പോൾ എത്തിയിട്ടുള്ള അസാധാരണമായ ഒരു സാഹചര്യം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം എത്രത്തോളം CPM ദുർബലമായി എന്നതിന്റെ കൂടി തെളിവായി ഇതിനെ കാണേണ്ടി വരും. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത്. EP ജയരാജന്റെ വാക്കുകൾ തന്നെ വളരെ പ്രസക്തമാണ്, ശ്രദ്ധേയമാണ്. മുന്നണിയുടെ കെട്ടുറപ്പിനെയും ഐക്യത്തെയും ബാധിക്കാതിരിക്കാൻ
അതിനുവേണ്ടി ഞങ്ങൾ ആ തീരുമാനമെടുക്കുന്നു. വളരെ ഉന്നതനില ചിന്തിക്കുന്ന പാർട്ടിയാണ് CPM. ആ ചിന്തയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ രണ്ട് ഘടകകക്ഷികൾക്ക് CPM-നെ ഒറ്റയ്ക്ക്, അതും EPN പറഞ്ഞതാണ്, ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ജയിച്ചു വരാനുള്ള അംഗബലം നിയമസഭയിൽ CPM-നുണ്ട്. എന്നിട്ടും ആ CPM വിട്ടുവീഴ്ച ചെയ്യുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കാൻ തന്നെയാണ്. കെട്ടുറപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അവിടെയൊക്കെ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം CPM ആഗ്രഹിക്കുന്നു. അവർ ഈ ഒരു പേരും പറഞ്ഞ് മുന്നണിയോട് തെറ്റിപ്പിരിഞ്ഞ് UDF-ലേക്ക് മടങ്ങുന്നത് മുന്നണിയെ ദുർബലപ്പെടുത്തുന്നത് തിരിച്ചറിയുന്നു. അതുകൊണ്ടുകൂടിയാണ് കേരള കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത്. അത് പ്രധാനമാണ്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് അടക്കം വലിയ മുന്നേറ്റം CPM കേന്ദ്രങ്ങൾക്ക് 2 തവണ ഉണ്ടാകുന്നു, CPM-നുണ്ടാകുന്നു, രണ്ടാമതും അധികാരം കിട്ടുന്നു. അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രസക്തി അവരെങ്കിലും എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷേ പുതിയ സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം കേരള കോൺഗ്രസിന് ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ട പശ്ചാത്തലമുണ്ട്. കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണം വല്ലാതെ കുറഞ്ഞ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ രാഷ്ട്രീയമായി CPM നടത്തുന്ന ഈ നീക്കം മുന്നണിയുടെ കെട്ടുറപ്പ് എന്നതിനപ്പുറം ഒരു അപ്രമാദിത്യമുള്ള LDF-ൽ അപ്രമാദിത്യമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് സംഭവിക്കുന്ന ഒരു പുറകോട്ട് പോക്ക് അതും പുതിയ സാഹചര്യങ്ങളിൽ പ്രസക്തമല്ലേ? തീർച്ചയായും എന്നുകൂടി കരുതണം. കാരണം രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനമൊക്കെ വിലയിരുത്തിയാൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ഇടതുമുന്നണി അമ്പേ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപാട് പിന്നിലേക്ക് പോയി. മാവേലിക്കരയിൽ മത്സരിച്ച അരുൺകുമാർ തോൽക്കാനുള്ള കാരണം ഒരുപക്ഷെ കൃത്യമായി പരിശോധിച്ചാൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് കൊടിക്കുന്ന് സുരേഷിനെ കിട്ടി. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ മണ്ഡലമായ ജോബ് മൈക്കിൾ MLA ആയ മണ്ഡലമായ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊടിക്കുന്നിൽ നേടിയ ഭൂരിപക്ഷം 16,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അങ്ങനെയൊക്കെ കണക്ക് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വലിയ ഇടിവുണ്ടായി. ആ വോട്ടുകൾ പൂർണ്ണമായും നേരത്തെ അവർ ചെയ്തിരുന്ന UDF-ലേക്ക്, കേരള കോൺഗ്രസ് എം ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ചെയ്തിരുന്ന UDF-ലേക്ക്, കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയി എന്ന് കാണാം. എന്നിട്ടും CPM അവിടെ അത്തരം ഒരു കണക്കെടുപ്പിനോ ഒരു കണക്ക് പരിശോധനയ്ക്കോ തയ്യാറാകാതെ കേരള കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. അത് ചില മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനെ പിണക്കുന്നത്. അവർ മുന്നണി വിടുന്നത് അത്ര ഗുണം ചെയ്യില്ല ഇടതുമുന്നണിക്ക് തിരിച്ചറിവിൽ നിന്നാണ്. കാരണം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് BJP വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. തൃശ്ശൂരിലടക്കം അവരുടെ വലിയ പിന്തുണ BJPക്ക് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വ്യക്തിപരം വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും ഇപ്പോൾ ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനം നൽകുന്നു. അത്തരത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് BJP കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ അവിടെ കേരള കോൺഗ്രസ് എം കൂടി വിട്ടുപോയാൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന വോട്ട് ചോർച്ച അതിഭീകരമെന്ന് CPM തിരിച്ചറിയുന്നു. അത് ഇപ്പോഴേ തടയാനുള്ള ശ്രമമാണ്. കേരള കോൺഗ്രസിനെ ഒരു ക്ലെയിം കൂടിയാണ്. ഇനി 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 6 വർഷത്തേക്ക് കേരള കോൺഗ്രസ് വിട്ടുപോകില്ല എന്ന ഉറപ്പ് കൂടിയാണ് CPM ഇതിലൂടെ വാങ്ങിയെടുക്കുന്നത്. ഈ സർക്കാരിന്റെ അവസാന കാലത്ത് ഒരുപക്ഷെ സാഹചര്യങ്ങൾ കോൺഗ്രസിന് UDF-ന് അനുകൂലമായാൽ കേരള കോൺഗ്രസ് അവിടേക്ക് പോകുമെന്ന വലിയ പ്രചരണമുണ്ട്. നേതാക്കൾക്ക് വലിയ എതിർപ്പ് CPM നേതൃത്വത്തോടും മറ്റും ഇല്ലെങ്കിൽ പോലും അണികൾക്കിടയിൽ വലിയ ഒരു അമർഷമുണ്ട്. എന്തിനെ ഇവിടെ നിൽക്കുന്നു, UDF-ൽ ഉള്ളപ്പോഴുള്ള വിലപേശൽ ശേഷിയോ അല്ലെങ്കിൽ അത്ര അഭിമാന ബോധമോ എന്നും ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുന്നണി വിടണമെന്ന ആവശ്യം അണികൾക്കിടയിൽ ശക്തമാണ്. ഒരു പക്ഷേ അണികളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കേരള കോൺഗ്രസ് എമ്മിനും ഇത് അനിവാര്യമായിരുന്നു. പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതെ ആ പാർട്ടി 2 പാർലമെന്റ് അംഗങ്ങളും അവർ രാജ്യസഭയിൽ ലോക്സഭയിൽ ഓരോ അംഗങ്ങളുമായാണ് ആ പാർട്ടി ഇടതുമുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ രണ്ടിടത്തും പ്രാതിനിധ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നതുകൂടി അവരുടെ ഒരു പ്രശ്നമായിരുന്നു. അവരുടെ അങ്ങനെ ഒരു അഭിമാന പ്രശ്നമായി കൂടി അവർ ഈ വിഷയം CPM മുന്നിൽ അവതരിപ്പിച്ചു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് CPM അത്തരം തീരുമാനമെടുക്കുക. ഇപ്പോൾ